ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ പ്രാവശ്യം ഓണം നമ്മൾ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ മമ്മി അടപ്രഥമൻ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ മമ്മി എനിക്കൊരു പാക്കറ്റ് അട തന്നിരുന്നു, റിബൺ അട. സോ അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ മമ്മിയെ വിളിച്ച് ചോദിച്ചു. മമ്മി എല്ലാ ഡയറക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശർക്കര ഇങ്ങനെ ഒരുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വേരി, ഈ അടപ്രഥമൻ്റെ കൂടെ ഇടയ്ക്ക് ഈ ചൊവ്വേരിയും കൂടെ കടിക്കാനുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നൈസ്. ചിലർ ഇടില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ അത് ഞാനിവിടെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ റിബൺ അട ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര പാവ് കാച്ചിയിട്ട് നമ്മൾ ഇതിലേക്കിട്ട് ഈ ചൊവ്വേരി നമ്മൾ ഇതിലേക്കിട്ടിട്ട് കുറച്ച് കാർഡമൊക്കെ ഇട്ട് നമ്മളൊന്ന് വേവിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തേങ്ങാപ്പാലാണ്. സോ നമ്മൾ തേങ്ങ, ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാൽ എടുത്തിട്ട് ഒരു റിവേഴ്സ് ഓർഡറിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ. അത് കഴിയുമ്പം ലാസ്റ്റ് നമുക്ക് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഇതിലേക്ക് കടക്കാം. സോ അങ്ങനെ നമ്മുടെ ശർക്കരയെല്ലാം ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ല, അപ്പോൾ ഇതാ ഇതിങ്ങനെ നമ്മൾ ഈ അട ഇതിലേക്കിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സാബുദാന ഓൾറെഡി ഇങ്ങനെ വരുന്നുണ്ട്, അതും കൂടി ഇതിലിട്ടങ്ങ് വേവിച്ചാൽ മതി, അതങ്ങ് വെന്തോളും. ഞാനതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മുടെ സാബുദാന ചൊവ്വേരിയും കൂടെ അതിലേക്കിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. സോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇത് 2-ാം പാലാണ്. പിന്നെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുമ്പോൾ തിളപ്പിക്കാൻ പാടില്ല. അതങ്ങനെ ഒന്ന് സ്റ്റിർ ചെയ്ത് അങ്ങനെ ഓഫ് ചെയ്യേണ്ടതാണ്. 2nd പാലും അല്ലെങ്കിൽ 3rd ഒഴിക്കുന്നുണ്ടെങ്കിൽ 3ഉം 2ഉം നന്നായി തിളപ്പിക്കുക. ഓക്കെ, സോ ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റാവുന്നതാണ്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ച് ഇത് ലാസ്റ്റ് നെയ്യും തൂയി കഴിഞ്ഞാൽ നമ്മുടെ അടപ്രഥമൻ റെഡി ഗൈസ്. അങ്ങനെ നമ്മുടെ 2nd പാല് ഒക്കെ ഒഴിച്ചതാ ഏകദേശം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് പാകമായി. ഇനി ലാസ്റ്റ് നമ്മുടെ 1-ാം പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. സോ ഇതിന് തിള വരേണ്ട ആവശ്യമില്ല. ഈ 1-ാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട, ഒന്ന് സ്റ്റിർ ചെയ്ത് വാങ്ങിയെടുക്കാം. ഇനി നമുക്ക് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് ഇതാക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത് ഗൈസ്. അപ്പോൾ അതായിരിക്കും ഞാൻ നെയ്യിൽ വറുത്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ല മണം വരുന്നുണ്ട്. സോ ഞാൻ നെയ്യിൽ തേങ്ങ വറുക്കുകയാണ്. വറുത്ത് കഴിഞ്ഞ് നമ്മൾ ആ പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇസ് റെഡി. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. സോ നമ്മുടെ അടപ്രഥമൻ ഇസ് റെഡി ഗൈസ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വാവ്. ഇനി ഇത് നമുക്ക് ചൂടോടെ എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്തോളൂ. ഇറ്റ് ഇസ് വെരി വെരി സിമ്പിൾ ഗൈസ്. നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ അയ്യോ എന്തൊരു കഷ്ടപ്പാടാണ് ഈ പാചകം എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അടുക്കളയിലോട്ട് കയറിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ ടാസ്ക് ഗൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഭാരിച്ച പണികളൊന്നുമില്ല, എല്ലാം നമ്മളെക്കൊണ്ട് പറ്റും. സോ എന്നെപ്പോലെ മടിയായിട്ടിരുന്ന നേരത്തെ വിചാരിച്ചിരുന്ന ആൾക്കാർ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് വിചാരിക്കുന്നവരൊക്കെ പ്ലീസ് ഡു ട്രൈ ആൻഡ് എനിക്ക് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ബൈ.